അപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയ അടുത്ത സിനിമ ഖജുറാഹോ ഡ്രീംസ് അതും കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് സേതു ആണ്. അപ്പോൾ അങ്ങേര് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് കഥയാണെന്നാണ് അങ്ങേര് പറയുന്നത്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്കത് തോന്നണ്ടേ കഥയാണെന്ന്. ഈ സിനിമയ്ക്ക് ഒരു കഥ എന്ന് പറയുന്ന സാധനമേ ഇല്ല. കഥയില്ലാത്ത ഒരു സിനിമ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ഒപ്പിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ കുറേ കഥാപാത്രങ്ങൾ. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അർജുൻ അശോകനാണ്, ശ്രീനാഥ് വാസി, പിന്നെ ഷറഫുദ്ദീൻ, ധ്രുവൻ, പിന്നെ അതിഥി രവി. ഇവരാണ് നായിക, ലോല എന്ന കഥാപാത്രം. അപ്പോൾ ഇവർ 5 കഥാപാത്രങ്ങളാണ് മെയിനായിട്ട് ഈ സിനിമയിലുള്ളത്. ഇവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ട് സിനിമ കഴിഞ്ഞു പൊയ്ക്കോളിൻ എന്ന് കാണിക്കുന്ന എന്തോ ഒരു സാധനം. അതാണ് സേതു എഴുതിയിരിക്കുന്ന ഈ സാധനത്തിന് കഥ എന്ന് അദ്ദേഹം പറയുന്നത്. കാണുന്ന നമുക്ക് തോന്നണ്ടേ? അപ്പം ഞാൻ പറഞ്ഞ ഈ 5 കഥാപാത്രങ്ങളും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ചിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചിരിക്കുന്നു എന്നല്ലാതെ നമുക്ക് ചിരി വരണ്ടേ? ചിരിപ്പിക്കുമ്പോൾ കാണികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും ചിരി വരണ്ടേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കാര്യത്തിന് ഞാൻ ചിരിച്ചു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യത്തിന് ഞാൻ ചിരിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും ഒരു കോമഡിക്ക് എനിക്ക് ചിരി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് പുറത്ത് ഞാൻ വണ്ടി കയറിയപ്പോൾ ചിരി വന്നു. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സിനിമ കാണുമ്പോൾ അതിൽ കോമഡികളുണ്ടെങ്കിൽ എന്നെ വേഗം ചിരിപ്പിക്കാൻ ആ കോമഡി ചെയ്യുന്നവർക്ക് സാധിക്കും. കാരണം എനിക്ക് ഏതു തരം കോമഡികളായാലും മണ്ടത്തരങ്ങളുടെ കോമഡികളൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം ചിരിക്കും. ഞാൻ മസിൽ പിടിച്ചൊന്നും ഇരിക്കാറില്ല, വേഗം ചിരിക്കും. ചിരി നല്ലതാണല്ലോ. ഈ സിനിമ കണ്ടിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമഡിക്കും പല്ലു കടിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. എനിക്ക് ഈ സിനിമ കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഉറക്കം വന്നു കേട്ടോ. ഞാൻ എന്നെ തന്നെ ഇതെങ്ങനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ടാണ് ഈ സിനിമ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവസാനം വരെ കണ്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് പറയണമല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കണ്ണുകളെ ഞാൻ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് ഈ സിനിമ കണ്ടത്. കാരണം നമ്മളെ ഉറക്കാതിരിക്കാൻ, നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. എനിക്ക് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഉറക്കം വരാതിരിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ മറ്റേ സീറ്റിൻ്റെ സൈഡിലൊക്കെ ടപ്പ് എന്നൊക്കെ അടിച്ചിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. എന്താണ് അവസ്ഥ? ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് മനോജ് വാസുദേവാണ്. പോരാ, ഡയറക്ഷനും പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ആളാണല്ലോ. അദ്ദേഹമാണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിന്. അപ്പോൾ കഥ സുഖമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ എടുക്കുമ്പോഴും ഡയറക്ഷനിൽ ഈ കഥയുടെ ഡയലോഗ് കാര്യങ്ങൾ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് സുഖമില്ല എന്ന് തോന്നിയാൽ അദ്ദേഹം മാറ്റി എഴുതിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് വേണ്ട വേറെന്തെങ്കിലും ഒരു കഥ ചെയ്യാമെന്ന് ചിന്തിക്കുകയോ വേണമായിരുന്നു. അതൊന്നുമില്ലാതെ കിട്ടിയ സാധനത്തിനെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒരു സുഖവുമില്ല. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് പ്രദീപ് നായരാണ്. അപ്പോൾ ഇതിലെ കുറേ ഫ്രെയിംസൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റിയിൽ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും സ്ക്രീന് അങ്ങനെ ഗ്രെയിൻസാണ് വരുന്നത്. ഗ്രെയിൻസ് മനസ്സിലായില്ല, ഇങ്ങനെ തരിയെ അങ്ങനെയാണ് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ശരിക്ക് ലൈറ്റിങ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ക്യാമറയിൽ എന്തോ ഒരു ബ്ലറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തരിയായി വരുന്നത്. അതുപോലും ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ അത് സിനിമയാക്കി കഴിയുമ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണ്ടേ? അത് ചെയ്തിട്ടില്ല. എഡിറ്ററും അതേപോലെ ഈ സിനിമയിൽ ആ ഭാഗങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ചെയ്യാമായിരുന്നു. അതല്ലാതെ അത് അങ്ങനെ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കഥയില്ലാത്ത, കോമഡി ഇല്ലാത്ത, ഒരു ലക്ഷ്യവും ഇല്ലാത്ത എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു തട്ടിക്കൂട്ട് പടം. ഈ സിനിമയിലെ ലോല എന്ന കഥാപാത്രം, അതായത് അതിഥി രവിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിഥി രവി അർജുൻ അശോകനോട് ഒരു സീനിൽ പറയുന്നുണ്ട്,
നമ്മൾ എന്തൊക്കെയോ കൗതുകം ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ വന്നു, പക്ഷേ ഒന്നും കണക്റ്റ് ആവുന്നില്ല എന്ന്. അത് തന്നെയാണ് ഈ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ സിനിമയിൽ എന്തോ ഉണ്ടെന്ന് കരുതി പൈസയും കൊടുത്ത് കയറി കുത്തിയിരുന്ന് കണ്ടിറങ്ങുമ്പോൾ ഒന്നും കണക്റ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു പടം. ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ അത് ഇഷ്ടമായില്ല എന്ന് പറയുന്നതൊന്നും ഞാൻ നോക്കില്ല, എനിക്ക് ഇഷ്ടമായി എന്ന് തന്നെ പറയും. അതേസമയം ഇഷ്ടമായില്ലെങ്കിലോ മറ്റുള്ളവരൊക്കെ ഇഷ്ടമായി, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പലരും കാശൊക്കെ വാങ്ങിയിട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പരിപാടിക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ സിനിമ കാണുമ്പോൾ അത് എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് എനിക്ക് പറയാം. അതേപോലെ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ്. സന്തോഷം, സിനിമ വിജയിക്കട്ടെ.